ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളെ ആകെ വിഴുങ്ങിയാണ് അന്ന് ആ രാത്രിയിൽ ആ മഹാദുരന്തം ഇടിഞ്ഞിറങ്ങിയത്. അവിടെ അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നുവെന്ന് ആദ്യമായി അവിടെ എത്തുന്ന ഒരാൾക്കും വിശ്വസിക്കാനാകാത്ത വിധം ആ മല പിളർന്ന് പുന്നപ്പുഴയിലൂടെ ഗ്രാമങ്ങൾ കുത്തിയൊലിച്ചു പോവുകയായിരുന്നു. പിന്നീട് കേരളം കണ്ടത് സമാനതകളില്ലാത്ത വിധമുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ മണിക്കൂറുകളായിരുന്നു. ഒഴുക്കെടുത്ത പ്രാണനുകളുടെ ഓർമ്മകൾ മുണ്ടക്കൈയിൽ തീരാവേദനയായി അവശേഷിക്കുകയുമാണ്. മുണ്ടക്കൈയിലെ ദുരന്തഭൂമിയിൽ നിന്നും ആസിഫാണ് നമുക്കൊപ്പം ചേർന്നത്. ആസിഫ്, ഈ ആദ്യം ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായ അന്ന് ആദ്യം ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ ദുരന്തം കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു, കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഉരുളെത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നത്. അന്ന് ഒറ്റപ്പെട്ടു പോയ സ്ഥലമാണ് മുണ്ടക്കൈ. ഈ മുണ്ടക്കൈയിലേക്ക് എത്തിച്ചേരാൻ വളരെ ദുർഘടമാണ്. കാരണം പാലം പൊളിഞ്ഞു പോയി. പിന്നീട് പാലം നിർമ്മിച്ചാൽ മാത്രമേ അപ്പുറേക്ക് കടന്നു ചെന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആസിഫ്, ആ സൈനികർക്കൊപ്പം ആ വടത്തിലൊക്കെ പിടിച്ച് വളരെ ദുർഘടമായ രീതിയിൽ, അതായത് ഈ കൂടെ വരുന്നതിന് ജീവൻ നമ്മൾ എഴുതി കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മറ്റൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് സൈന്യത്തിനൊക്കെ എഴുതി കൊടുത്തതിന് ശേഷമാണ് ആ ദുർഘടമായ പാതയിലൂടെ അന്ന് ആസിഫ് അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ, ആ രക്ഷാപ്രവർത്തകർ ഒറ്റപ്പെട്ടു പോയവരെയൊക്കെ തിരികെ ഈ സ്ഥലത്തേക്ക്, തിരികെ ചൂരൽമലയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇന്നിപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ആസിഫ്. അന്ന് കണ്ട സ്ഥലങ്ങളല്ല ഇന്ന്. ഇപ്പോൾ അവിടെ സഞ്ചാരയോഗ്യമായ പല സ്ഥലങ്ങളുമുണ്ട്. നേരത്തെ എത്താൻ കഴിയുന്നുണ്ട്, അവിടെ പല ഭാഗങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. 1 വർഷത്തിനിപ്പുറം മുണ്ടക്കൈ ആ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ആസിഫിന് എന്താ പറയാനുള്ളത്? സേതു, തീർച്ചയായും നമ്മളിവിടെ വന്ന് ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് മരവിപ്പ് മാത്രമാണ്. കാരണം ഞാൻ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെ എന്ന് പറയുമ്പോൾ അന്ന് ആ ഒരു അവസ്ഥ നമുക്ക് പറയാൻ കഴിയുക. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ആ സമയത്ത് മുഴുവൻ മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശമുണ്ടല്ലോ, ആ കല്ലുകളും മറ്റും മൂടിക്കിടക്കുന്ന ഇവിടെകളെല്ലാം വീടുകളായിരുന്നു. ഞാനന്ന് ആദ്യം ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഈ ഒരു റോഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഈ പാത അന്നില്ല. ഇവിടെ മുഴുവൻ മണ്ണ് മൂടിക്കിടക്കുകയാണ്. ഈ സമീപത്ത് ഉള്ള ഈ ഒരു പള്ളിയുടെ പൊക്കത്തേക്ക് വഴി ഇങ്ങനെ മൂടിക്കിടക്കുന്നു. ഈ പള്ളിയുടെ ഉള്ളിലേക്കടക്കം വലിയ പാറക്കല്ലുകൾ. ഞാൻ ഇങ്ങോട്ട് കയറി വരും, മുണ്ടക്കൈക്ക് കയറി വരുമ്പോൾ ആദ്യം നമ്മൾ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഈ വലിയ ഉരുളൻ കല്ലിൻ്റെ അവിടെ നിന്നായിരുന്നു. അപ്പോൾ ഞാനന്ന് പറയുന്നുണ്ട്, എന്നെക്കാട്ടിലും ഉയരമുള്ള ഒരു പാറ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്രത്തോളം വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന്. പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് പോകും തോറും അതിൻ്റെ ഒരു വ്യാപ്തി കൂടി വരുന്നതായിരുന്നു നമ്മൾ കണ്ടത്. അന്ന് ഈ വാഹനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടി, അല്ലെങ്കിൽ ആ അത്രത്തോളം അതിൻ്റെ ഭീതി എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര ഭീതിയിലായിരുന്നു. കാരണം വാഹനങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായത്. അന്ന് അവിടെ കിടന്ന അതേ സ്ഥലത്ത് ആ വാഹനം കിടപ്പുണ്ട്. ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ആളുണ്ടോ എന്നുള്ള സംശയത്തിൽ അന്നത് കുത്തിപ്പൊളിച്ച് JCB ഉപയോഗിച്ച് നോക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വഴി മുഴുവൻ അന്ന് ഇങ്ങനെ ചെളി നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ഞാൻ നിൽക്കുന്നതിനൊക്കെ 2 ഇരട്ടി മുകളിലേക്ക് ചെളി നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോയത്. പിന്നീട് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെയാണ് വീടുകൾ നിറയെ ഉണ്ടായിരുന്ന ഏരിയ. ആ വീടുകളുടെ അവശിഷ്ടം അപ്പോൾ കാണാം. അന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ആദ്യം 2 മൃതദേഹം ലഭിക്കുന്നത് ഇവിടെയുള്ള വീടുകളിൽ നിന്നാണ്. ആ വീടുകൾ പൊളിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാണ് അന്ന് മൃതദേഹങ്ങൾ എടുക്കുന്നത്. ആ മരക്കുറ്റിയൊക്കെ വന്ന് നിൽക്കുന്ന ആ ഒരു പൊളിഞ്ഞ വീട് കാണാൻ കഴിയും. ആ വീട്ടിൽ നിന്നാണ് അന്ന് ആദ്യം 2 മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ ഇപ്പോൾ ഒന്നും കാണാൻ കഴിയില്ല. അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിങ്ങനെ JCB ഉപയോഗിച്ചും മറ്റും പൊളിച്ചു നോക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് മൃതദേഹങ്ങൾ എടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ എനിക്ക് നേരെ പുറകിൽ കാണുന്നൊരു കെട്ടിടം, നമ്മൾ ഓർക്കുന്നുണ്ട് ആ ഒരു പെട്ടെന്നൊരു വാർത്ത വന്നത്. കാരണം ഒരു ജീവൻ്റെ സ്പന്ദനം ഉണ്ട് എന്നുള്ള ഒരു വാർത്ത വന്നത് ഓർക്കുന്നുണ്ടാവും. അത് ഈ കെട്ടിടത്തിൻ്റെ അടിവശത്ത് നിന്നാണ് ജീവൻ്റെ സ്പന്ദനം ഉണ്ട് എന്നുള്ള സംശയം വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത്. ആ പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് ആളുകൾ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് ജീവൻ പോലും പണയം വെച്ച് ഉള്ളിലേക്ക് കയറി പരിശോധിച്ചത്. അന്ന് പൊളിച്ചു മാറ്റിയ ഷട്ടറുകളടക്കം ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷമാണ് സേതു ഇവിടെ നിന്ന് നമ്മൾ സൈനികർക്കൊപ്പം യാത്ര ആരംഭിക്കുന്നത്. അന്ന് ഈ വഴി ഒന്നും യാത്ര ചെയ്യാൻ കഴിയില്ല. ആ കുന്നിങ്ങനെ കയറി നമുക്ക് ആദ്യം അപ്പുറത്തെത്തണമായിരുന്നു. അവിടെ അപ്പുറത്ത് എത്തിയതിന് ശേഷം നമ്മൾ പിന്നീട് നടന്നു പോവുകയാണ്. എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല.
ഇതിലേക്കൂടി ഒരു റോഡുണ്ടായിരുന്നു ആ എസ്റ്റേറ്റിലേക്ക്. ആ പാറയൊക്കെ കാണുന്നതിന് നടുക്കൂടി ഒരു റോഡുണ്ടായിരുന്നു എസ്റ്റേറ്റിലേക്ക്. അതിൻ്റെ ഒരു അവശിഷ്ടവും ഇപ്പോൾ ഇല്ല. അവിടെ ഒരു റോഡുണ്ടായിരുന്നു ആരും വിശ്വസിക്കില്ല. അങ്ങനെ ആ എസ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ പിന്നീട് പോകാൻ കഴിയുക ഈ കുത്തി ഒലിച്ച് കിടക്കുന്ന ആ പുഴ കടന്ന്, ആ പുഴ മുറിച്ച് കടന്ന് വേണമായിരുന്നു പോകാൻ. അന്ന് ഭീകരാന്തരീക്ഷമായിരുന്നു. നമുക്ക് കാല് വെക്കുമ്പോൾ കാലിൻ്റെ മുട്ട് വരെ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല ഓർമ്മയുണ്ട്. കാരണം അന്ന് ലൈവിൽ ആസിഫ് ആ വടമൊക്കെ പിടിച്ച് പോകുന്ന സമയത്ത് വഴിക്ക് വീഴാണ്ടൊക്കെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഓണറിൽ ഞാനുമായിരുന്നു. അപ്പോൾ എനിക്കത് ഇപ്പോഴും മറക്കാൻ കഴിയത്തേയില്ല. കാരണം എനിക്ക് എപ്പോഴും ആസിഫിൻ്റെ അടുത്ത്, ഇപ്പം ഈ വാർത്ത മാത്രമല്ല, എപ്പോഴും ആസിഫിനെ എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ ദൃശ്യങ്ങളൊക്കെയാണ് എല്ലാ സമയത്തും. ഈ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കുറച്ച് മുൻപ് അന്ന് ആസിഫ് റിപ്പോർട്ട് ചെയ്ത ദൃശ്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അന്ന് നിന്ന് ആ ദുർഘടമായ പാതയും ആ സ്ഥലവും അതൊക്കെയാണ് ഇപ്പോഴും ആസിഫ് അവിടെ നിൽക്കുന്നത്. അന്ന് കണ്ട ആ കാഴ്ചയല്ല ഇപ്പോൾ ആ ദുരന്തഭൂമിയിലാണ് നേരത്തെ ആസിഫിനെ കണ്ടത്. ഇത് അന്ന് ആസിഫ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ ന്യൂസ് മലയാളം എത്തിക്കുന്നത്. മുണ്ടക്കയിലെ ഉരുൾപൊട്ടലുണ്ടായ ആ സമയത്തുണ്ടായ ദൃശ്യങ്ങളായിരുന്നു ഇത്. ഇത്രയും ഇങ്ങനെ ഈ ഉരുളൻ പാറകളും കല്ലുകളും ഒക്കെ വന്ന് വീണ് ഒറ്റപ്പെട്ടു പോയ സ്ഥലമായിരുന്നു അന്ന് മുണ്ടക്കൈ. ആ മുണ്ടക്കൈയിലേക്ക് എത്താൻ പിന്നീട് എത്രയെങ്കിലും മണിക്കൂറുകൾ വേണ്ടി വന്നു സുരക്ഷാ സംഘത്തിനും ഈ രക്ഷാപ്രവർത്തകർക്കും ഒക്കെയും എത്താൻ.